അതുപോലെ ജനകീയാസൂത്രണം ആണ് നമ്മുടെ ശരിക്ക് അധികാര വികേന്ദ്രീകരണം ശരിയായ രീതിയിൽ നടപ്പാക്കിയത്. അതിൻ്റെ ആളുകൾ ഞങ്ങളാണെന്നൊക്കെ കോൺഗ്രസ് പറയെങ്കിലും കേരളത്തിലാണ് അധികാര വികേന്ദ്രീകരണം ശരിയായ രീതിയിൽ നടപ്പാക്കിയത്. അതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രിയും താങ്കളാണ്. ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് താങ്കളുടെ പേര് അങ്ങനെ രേഖപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. ഇതെങ്ങനെയാണ് ആ രണ്ട് സംഭവങ്ങളെക്കുറിച്ചും താങ്കൾക്ക് ഓർത്തെടുക്കാനുള്ളത്? ബംഗാളിലുള്ള സെന്നെ അവിടെ പഞ്ചായത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആൾ, അയാൾ സെൻ കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ അത് EMS വരെ ഞങ്ങളെല്ലാം കൂടി ഇവിടെ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഇവിടെ എങ്ങനെ വേണം എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ബംഗാളിലെ അനുഭവം വെച്ചിട്ട് സെല്ലിൻ്റെ റിപ്പോർട്ട് കിട്ടിയാൽ അദ്ദേഹം സംസാരിച്ചാൽ നമുക്ക് അതുവഴി പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ സെന്നെ പറഞ്ഞു, ബംഗാളത്തെ മോഡൽ ഇവിടെ പറ്റില്ല. അങ്ങനെ അതിലെല്ലാവരും ഐസക്ക് അതുപോലുള്ള ആളുകൾ, EMSന്റെ മകന് ശ്രീധരനെ അവരൊക്കെ ഈ കമ്മിറ്റിയിൽ നല്ലതല്ലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ പിന്നെ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിജയാനന്ദൻ സെക്രട്ടറി ആയിരുന്നു അന്ന്. അയാൾ നല്ല ഇതായിരുന്നു. ശാരദാ മുരളീധരൻ അവരാണ് കുടുംബശ്രീൻ്റെ ഒക്കെ ചെയ്തത്. ഈ ജനകീയാസൂത്രണം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബശ്രീ. അപ്പോൾ നമ്മുടെ സാധാരണ രണ്ട് ആംഗിളായിരുന്നു. ഒന്ന്, സ്ത്രീകളെ സ്വാശ്രയരാക്കി, അവർക്ക് ഒരു വരുമാനം കിട്ടുന്ന സാഹചര്യം വന്നു, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഒരുപാട് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങി. എങ്ങനെയായിരുന്നു അതിലേക്ക് നമ്മൾ അന്ന് എത്തിയത്? അതിന് അന്നും താങ്കളായിരുന്നല്ലോ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി. അത് പിന്നെ അതിൻ്റെ ഒരു ഘട്ടത്തിൽ EMSൻ്റെ സാന്നിധ്യത്തിൽ ഒരു യോഗം വിളിച്ചു. അപ്പോൾ സ്ത്രീ വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും ആ യോഗത്തിൽ ചർച്ച ചെയ്തു. ആ യോഗത്തിൻ്റെ മുമ്പായിട്ട് ഐസക്കും ഞാനും ഒക്കെ ഇരുന്നിട്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച നടത്തിയിരുന്നു. സാമ്പത്തികമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഇതല്ലാതെ വെറും ഉപദേശ പ്രസംഗം കൊണ്ട് കാര്യമില്ല. ശാക്തീകരണം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം. അപ്പം ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ പരമ്പരാഗതമായിട്ട് പിന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തൊട്ട് തുടങ്ങിയിട്ടുള്ള ആ സ്ത്രീകളുടെ അടിമത്വം, അതിന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ നമുക്ക് കഴിയണം. ഈ അഭിപ്രായം അതിൽ വന്നിരുന്നു. അത് ഈ വിപുലീകൃത യോഗത്തിൽ വെച്ചു. EMS പങ്കെടുത്തു. ഏത് കാര്യവും ചർച്ച ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവസാന വാക്ക് പറയല് EMS ആണ്. അപ്പോൾ EMS പിന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് സ്വന്തമായിട്ട് പദ്ധതി വിഹിതത്തിൽ നല്ലൊരു സംഖ്യ ഇവർക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കും. എന്നിട്ട് ചെറിയ മട്ടിൽ തുടങ്ങി അതിങ്ങനെ പടിപടിയായിട്ട് വളർത്തി കൊണ്ടുവരും. അവർക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം പറയാൻ പറ്റുന്ന ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ടാവും. അത് പരിഗണിക്കണം. എല്ലാം നമ്മൾ കൽപ്പിക്കുന്നത് അനുസരിക്കുക എന്നുള്ളത് പറ്റില്ല. അങ്ങനെ പിന്നെ ആ കുടുംബശ്രീ അതിൻ്റെ നേതൃനിരയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളെ വിളിച്ചിരുന്നു. അവരുടെ അഭിപ്രായം തേടി. അപ്പോൾ അവർ പറഞ്ഞു, ഒരു പദ്ധതിയെ സംബന്ധിച്ചുള്ള പിന്നെ വിശദീകരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവാം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഞങ്ങളും കൂടി വേണം. എല്ലാം നിങ്ങൾ തീരുമാനിച്ച് അത് നടപ്പാക്കാൻ ആ രീതി പറ്റില്ല എന്ന് അവർ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കുടുംബശ്രീയിലെ തുടങ്ങി ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ ഓഫീസിലിരിക്കുന്ന സമയത്ത് അവിടെ വന്നു. അപ്പോൾ അവരൊരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ വർഷനെല്ലാം പറഞ്ഞാൽ പോകാൻ നേരത്തത് എനിക്ക് തന്നു. അപ്പം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഇത് തുറഞ്ഞാൽ ഒരു ഷർട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ആവശ്യം ഇതെല്ലാം ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഒറ്റ കൊല്ലം കൊണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ സ്തംഭിച്ചു നിന്നുപോയി. അതാണ്, അവർക്ക് കൈവെക്കാൻ പറ്റാത്ത ഒരു മേഖലയും കേരളത്തിലില്ല എന്നുള്ളതാണ് ഈ കാലത്തെ അനുഭവം. നമുക്ക് തന്നെ അത്ഭുതം തോന്നും അവരുടെ ചില ഇത് കണ്ട.